ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റെസിപ്പി വീഡിയോ ആയിട്ടാണ്. നല്ല കിഡിലൻ ടേസ്റ്റുള്ള മൊമോസിന്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റുമാണ് കേട്ടോ. സാധാരണ നമ്മൾ പുറത്തെ കടകളിൽ നിന്നൊക്കെയല്ലേ ഈ ഒരു മൊമോസ് കഴിക്കാറില്ല. അപ്പൊ ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ഈ ഒരു മൊമോസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ അതിന്റെ ഡോ ഒന്ന് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പൊ ഞാൻ ഉപ്പിട്ട് എടുത്തത് വെള്ളത്തിലാണ് കേട്ടോ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു മൈദപ്പൊടിയിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോ വെള്ളത്തിലാണ് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഞാനിതാ ഈ ഒരു ഉപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. പിന്നെ ഇതിലോട്ട് കുഴച്ചെടുക്കുന്ന ടൈമിൽ കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുക. പിന്നെ ഈ ഒരു മാവ് അധികം ലൂസ് ആവാനും പാടില്ല, ഒത്തിരി അങ്ങോട്ട് ടൈറ്റ് ആവാനും പാടില്ല കേട്ടോ. ഇപ്പൊ ഞാൻ ഇത് മാവൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിന് മുന്നായിട്ട് നമുക്ക് ഈ ഒരു മാവിന്റെ പുറം ഭാഗം ഡ്രൈ ആയി പോവാതിരിക്കാനായിട്ട് ഇതുപോലെ ഓയിൽ ഒന്ന് അതിന്റെ മുകളിലായിട്ട് തടവി കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ടവൽ നനച്ചിട്ട് അതിന്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. പിന്നെ ഈ ഓയിൽ എടുക്കുന്ന ടൈമിൽ ഒന്നുകിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ സാധാ വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് വേണ്ട ഫില്ലിങ് തയ്യാറാക്കാം. ഇപ്പൊ ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ മൊമോസ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലില്ലാത്ത 200 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ മിക്സിയിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതാക്കി കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. പിന്നെ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് 1/4 കപ്പോളം സ്പ്രിംഗ് ഒനിയൻ ആണ്. അതും ചെറുതാക്കി കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. പിന്നെ ഈ ഒരു മൊമോസിന് എടുക്കുന്ന എല്ലാ കാര്യങ്ങളും ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തേക്കുന്നതാണ്. അതും നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലോട്ട് 1/2 ടീസ്പൂണോളം ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ടേക്ക് എരിവിന് ആവശ്യത്തിന് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 1 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തേക്കുന്നതാണ്. പിന്നെ ഇതിലോട്ടേക്ക് ഒരു 1/4 ടീസ്പൂണിൽ താഴെയായിട്ട് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണോളം സോയ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ഒരു 1/2 ടീസ്പൂണോളം വറ്റൽമുളക് ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി അവസാനമായിട്ട് ഇതിലോട്ടേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ നമ്മൾ സോയ സോസ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതിൽ അത്യാവശ്യം ഉപ്പ് കാണും കേട്ടോ. അപ്പോൾ അതുകൂടി കണക്കിലെടുത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. പിന്നെ ഈ ഒരു മൊമോസ് ഉണ്ടാക്കുന്ന ടൈമിൽ ഈ ഒരു റെസ്റ്റിംഗ് ടൈം ഉണ്ടാവുമല്ലോ, അരമണിക്കൂർ, അത് ഉറപ്പായിട്ട് നിങ്ങൾ അരമണിക്കൂർ തന്നെ വെക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മുടെ മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് ചെറുതാക്കിയിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ കനം കുറച്ച് റൗണ്ടിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. പിന്നെ ഈ ഒരു ഡോ പരത്തിയെടുക്കുന്ന ടൈമിൽ പരമാവധി കനം കുറച്ചിട്ട് തന്നെ പരത്തിയെടുക്കാൻ വേണ്ടി നോക്കണം കേട്ടോ. നമ്മൾ ഇതിനുള്ളിൽ വെക്കുന്ന ഫില്ലിങ് വേവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കനം കുറച്ച് പരത്തിയെടുക്കുന്ന ടൈമിൽ പെട്ടെന്ന് വെന്ത് കിട്ടാനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മൊമോസ് സോഫ്റ്റ് ആയി കിട്ടാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതേസമയം നമ്മൾ കട്ടിയിൽ പരത്തിയെടുക്കുന്ന ടൈമിൽ ഉള്ളിലുള്ള ഫില്ലിങ് വേവാനായിട്ട് ഒത്തിരി സമയം എടുക്കും. ഇനി ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണോളം ഫില്ലിങ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇങ്ങനെ മടക്കി അവസാനം എത്തുമ്പോഴേക്കും ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുക കേട്ടോ. ഇപ്പൊ ഞാൻ കാണിക്കുന്നത് ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. പിന്നെ ഈ ഒരു മൊമോസ് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് മടക്കിയെടുക്കാം കേട്ടോ. ഇത് അതിന്റെ തന്നെ വേറൊരു രീതിയിൽ ചെയ്തെടുത്തതാണ്. ഇതുപോലെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഏത് രീതിയിലാണോ അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ.
പിന്നെ ഇത് അതുപോലെ തന്നെയുള്ള വേറൊരു മെത്തേഡാണ്. ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിന്റെ 2 ഭാഗം കൂട്ടിപ്പിടിച്ചതിന് ശേഷം ഇതുപോലെ മുന്നോട്ട് പ്രസ് ചെയ്യാം. അതുപോലെ തന്നെ സൈഡ് ഭാഗം നമുക്ക് പ്രസ് ചെയ്തെടുക്കണം. മുന്നോട്ട് തള്ളി കൊടുക്കുക, സൈഡ് ഭാഗം പ്രസ് ചെയ്യാം. ഇതുപോലെ നമുക്ക് അതിന്റെ അവസാനം വരെ ചെയ്തെടുക്കാം. ഇപ്പൊ ഇത് നമ്മുടെ വേറൊരു ഡിസൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. ഇനി ഇത് നമുക്ക് ആവിയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 30-35 മിനിറ്റോളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇതിൽ ഫില്ലിംഗ് ആയിട്ട് വെച്ചു കൊടുത്ത ചിക്കൻ വേവിക്കാത്തതായതുകൊണ്ട് തന്നെ ഒരു 30-35 മിനിറ്റോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് വെന്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്ന ടൈമിൽ ഒരു 30-35 മിനിറ്റോളം വെച്ച് വെക്കണം കേട്ടോ. ഇപ്പൊ ഇത് നമ്മുടെ മൊമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആണ് ഈ ഒരു രീതിയിൽ തയ്യാറാക്കുമ്പോൾ. ഇതിപ്പോ ഞാൻ കെച്ചപ്പിന്റെ കൂടെയാണ് കേട്ടോ കഴിക്കുന്നത്. അതല്ലാതെ ഇതിന് വേറെ തന്നെ ഡിപ്പ് ഉണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സാധാരണ നമ്മൾ പുറമേക്ക് പോയിട്ടല്ലേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാറ്. അപ്പൊ ഈ ഒരു രീതിയിലൊന്ന് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കട്ടോ. ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അതുപോലെ ഞാൻ ഇടുന്ന വീഡിയോസും ഈ ഒരു ചാനലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.